ഞാൻ പുറത്തോട്ട് പോകണം കേട്ടോ. അപ്പം നമുക്ക് നടക്കാം. കണ്ടോ, എല്ലായിടം നല്ല ഇരുട്ടാണ്. ഇരുട്ട് എണ്ണാൻ നമുക്ക് പേടി തോന്നും അല്ലേ? അങ്ങനത്തെ ഇരുട്ടല്ലേ. ദൂരതേ അവിടെ ഒരു വെട്ടം കാണുന്നുണ്ടോ? അങ്ങ് ദൂര അതവിടെ ഒരു വീടാണ് കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട. വെട്ടം കാണുമ്പോൾ ലക്ഷ്യമാണെന്നൊന്നും പറയല്ലേ. ഇവിടെ ഒരു പാലമരം ഉണ്ട് അങ്ങോട്ട് മാറി. ആ പാലമരത്തിൻ്റെയൊക്കെ അങ്ങോട്ട് പോയി നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഭയം തോന്നും. എന്നാൽ എനിക്ക് ഭയവും പേടിയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പേടിക്കില്ല. പാലമരം കാണിച്ചു തരാമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇരുട്ടായ കൊണ്ട് കാണിക്കാനൊക്കത്തില്ല. അപ്പോൾ ചുമ്മാ ഒരു വ്ളോഗ് പോലെ ചെയ്യാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചെടുത്ത പേടിയാണ് കേട്ടോ. നമ്മുടെ കിക്കിമോൻ കൂട്ടിക്കിടന്ന് ഭയങ്കര കാറാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ അവനിവിടെ എന്തോ ഒരു പേടിയുണ്ട്, എന്താണെന്നറിയത്തില്ല. അവൻ ആ കൂട്ടിൽ എപ്പോഴും കിടന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിടന്ന് കാറി വിളിക്കും ഇങ്ങനെ, എന്താണെന്നറിയത്തില്ല. ചിലപ്പോൾ അവനെ പേടിച്ചിട്ടായിരിക്കാം. പിന്നെ എൻ്റെ താറാവുകളൊക്കെ അവിടെ കിടന്ന് അതുങ്ങളും ഇടയ്ക്കൊക്കെ ചേർതായിട്ട് കാറും. രാത്രി ടൈം ഒരു 11-11:30 ആകുമ്പോൾ, 12 ആകുന്ന സമയമാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ പോവാണ്. എന്താണെന്ന് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് ആദ്യത്തെ പ്രാവശ്യമാണല്ലോ ഇങ്ങനൊരു വീഡിയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്നൊരു ഓജോ ബോർഡ് കളിച്ചാലോ എന്ന് വിചാരിക്കുക. ഒരു ഓജോ ബോർഡ് കളിച്ചാലോ? ബോർഡൊക്കെ വരക്കേണ്ടി വരും. മേടിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കയ്യിൽ ബോർഡില്ല, അതാ പ്രശ്നം. അല്ലാഞ്ഞെങ്കിൽ അതൊക്കെ കാണിച്ചു തരാമായിരുന്നു. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഏതെങ്കിലും ഹോണ്ടഡ് പ്ലേസ് ഒക്കെ പോയി ഇങ്ങനെ കാണിക്കണം. അതൊക്കെ കാണിക്കാൻ പറ്റും. ആഗ്രഹമൊക്കെ ഉണ്ടാകാനുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണിക്കണമെന്ന്. ഈ ആത്മാവുണ്ടോ, ഈ പ്രേതമുണ്ടോ, ഇതൊക്കെ സത്യമാണോ, ഇതിൽ വല്ല വാസ്തവമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ എന്തെങ്കിലും ഒരു ദിവസം അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയിട്ട് ഓജോ ബോർഡൊക്കെ കളിക്കുന്നൊരു വീഡിയോ ചെയ്യാം. അതുപോലെ ഈ ആത്മാക്കൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ, രാത്രി സമയത്ത് ഇങ്ങനെ നടക്കുമോ എന്നൊക്കെ. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ രാത്രി പുറത്തിറങ്ങിയിട്ട് അങ്ങനെ കണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ രാത്രി നേരം വെളുക്കുന്ന ടൈം വരെ രാത്രി സമയത്തൊക്കെ പുറത്തൊക്കെ നിന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ അങ്ങനെയുള്ള ഇതും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴാണ്. അമ്മാവൻ മരിച്ച ടൈമിന് പുറത്ത് ഇങ്ങനെ ഇറങ്ങി നടന്നപ്പം മരിച്ച സ്ഥലത്ത് ദഹിപ്പിച്ച സ്ഥലത്തായിട്ട് ഒരു വെള്ള രൂപം ഇങ്ങനെ കണ്ടായിരുന്നു. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചായിരുന്നപ്പോഴായിരുന്നു. ഇനി ആരെങ്കിലും നിന്നാണെന്ന് അറിയത്തില്ല അവിടെ. ഞാൻ അല്ലാതെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഇത്രയും വർഷമായിട്ട് ഇതുവരെ എൻ്റെ ജീവിതാനുഭവത്തിൽ ഇതുവരെ ഒരു യക്ഷിയോ പ്രേതത്തിനോ ഭൂതത്തിനോ ഒന്നും കണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി കാണുവാണെങ്കിൽ നിങ്ങളായിട്ട് ഞാൻ അനുഭവം പറയാൻ ഷെയർ ചെയ്യാം. അപ്പം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഹോണ്ടഡ് പ്ലേസിലൊക്കെ പോയി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നടക്കത്തില്ല അതൊന്നും. വണ്ടിയൊക്കെ മേടിച്ചിട്ട് കാറൊക്കെ വാങ്ങി പിന്നെ കുറേ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യും ഞാൻ. 1-2 മാസമൊക്കെ കഴിയുമ്പം അങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ്. പറ്റുമെങ്കിൽ എടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ലൊക്കേഷൻ വേറെ എവിടെയല്ല, എൻ്റെ വീടിൻ്റെ അവിടെയാണ്, വീടിൻ്റെ പുറത്താണ്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. രാത്രിക്കൊക്കെ ഒറ്റക്കൊക്കെ ഇരുന്ന് കാണുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ചെറുതായിട്ടൊരു പേടി തോന്നാൻ വേണ്ടി ഞാൻ കാണിക്കുന്നത്. ഇത് വീടിൻ്റെ മുറ്റത്ത് അമ്മ നട്ടിരിക്കുന്ന ചെടിയൊക്കെയാണ്. അങ്ങോട്ട് മാറിയുള്ളത് ഇത് കണ്ടോ, അത് വെട്ടം കാണുന്നത് ഒരു വീടാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമല്ല, ഒന്നും കണ്ട് പേടിക്കണ്ട. പിന്നെ ഇപ്പുറത്ത് കാണുന്ന ആ വെട്ടം കാണുന്നത് ഒരു വീടാണ്. ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. അപ്പം ഞാൻ നിങ്ങളെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റാ.